അതെ, ഞങ്ങൾ തോറ്റു. പക്ഷേ ഞങ്ങൾ ബ്രസീൽ ഫാൻസ് അങ്ങനെയൊന്നും തകരില്ല. കാരണം തകരാനുണ്ടായിരുന്നതെല്ലാം കഴിഞ്ഞ ലോകകപ്പുകളിൽ തന്നെ തകർന്നല്ലോ. ഞങ്ങൾ ബ്രസീൽ ഫാൻസ് ഒരു കാര്യം പഠിച്ചു. മത്സരം തുടങ്ങും വരെ ഞങ്ങളാണ് ഏറ്റവും വലിയ ടീം. മത്സരം കഴിഞ്ഞാൽ മുണ്ടൂരി തലയിലിട്ട് വയലത്തൂടി ഓടുന്നത് ഇപ്പോൾ ഒരു ശീലമായിപ്പോയി. കുറെ ആളുകൾ നിരന്തരമായിട്ട് കമന്റിലൂടെയും മെസ്സേജ് ആയിട്ടും ചോദിക്കുന്നതാണ് എങ്ങനെ ഇത്തരത്തിലുള്ള AI വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത്. അപ്പൊ ഇന്ന് ഇത്തരത്തിലുള്ള AI വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതിലേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇന്നത്തെ വീഡിയോ മേക്കിംഗ്. അതും മലയാളത്തിൽ ഫോൺ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പൊ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. കാരണം എന്താ വെച്ചാൽ ഡിഫറെന്റ് പ്ലാറ്റ്ഫോമിൽ നമ്മൾ സെയിം വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ നമ്മളിവിടെ ChatGPT ആണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. എൻ്റെ ഫോണിലാണ് ഉപയോഗിക്കുന്നത്. ആദ്യമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ, നമുക്ക് വേണ്ട ചെറിയൊരു സ്ക്രിപ്റ്റ് വേണം. അപ്പം നമ്മൾ ഇന്ന് ചെറിയൊരു ഫണ്ണായിട്ടുള്ളതാണ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നിങ്ങൾ ബ്രസീൽ തോറ്റപ്പോൾ ഒരുപാട് AI വീഡിയോസ് കണ്ടിട്ടുണ്ടാകും. ബ്രസീൽ ക്യാരക്ടേഴ്സിനെ വെച്ചിട്ടുള്ള ഞങ്ങൾ തോറ്റുപോയല്ലോ. അപ്പം അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണ് നമ്മളിവിടെ മേക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ ChatGPT ഓപ്പൺ ചെയ്ത ശേഷം കമന്റ്, ഇതിൻ്റെ പ്രോംപ്റ്റ് അടക്കം കൊടുക്കുന്നത് മലയാളത്തിലാണ്, വോയിസിലുമാണ്. അപ്പം ഞാനിവിടെ മൈക്ക് ഓൺ ആക്കിയിട്ട് പ്രോംപ്റ്റ് കൊടുക്കുകയാണ്. നീ മലയാളത്തിലുള്ള ഫണ്ണായിട്ടുള്ള കളിയാക്കുന്ന രീതിയിലുള്ള സ്ക്രിപ്റ്റ് റൈറ്റിങ് വേണം. എൻ്റെ ഉദ്ദേശം ഇതാണ്, ബ്രസീൽ തോറ്റു, അപ്പം ബ്രസീൽ ഫാൻസുകാരെ പരിഹസിക്കുന്ന രീതിയിൽ, കളിയാക്കുന്ന രീതിയിലുള്ള ഒരു ഫൺ വീഡിയോ, 30 സെക്കൻഡിലെ മലയാളത്തിലുള്ള ഫൺ വീഡിയോ മേക്ക് ചെയ്ത് തരണം. അപ്പം നീ അതിൻ്റെ ചെറിയൊരു സ്ക്രിപ്റ്റ്, വേണ്ട ഫണ്ണായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് നീ നിർമ്മിച്ച് തരണം. ഓക്കെ, ഇവിടെ ഞാൻ ലളിതമായിട്ട് എന്താണ് എൻ്റെ ആവശ്യം എന്നുള്ള ഒരു പ്രോംപ്റ്റ് മലയാളത്തിൽ കൊടുത്തു. നിങ്ങൾക്ക് മലയാളത്തിൽ അതിന് റിസൾട്ട് കിട്ടുന്നുണ്ട്. 30 സെക്കൻഡ് ബ്രസീൽ ഫാൻ ട്രോൾ സ്ക്രിപ്റ്റ് ആണ്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചെറിയൊരു സ്ക്രിപ്റ്റ് തന്നിട്ടുണ്ട്. ഞാനത് സിമ്പിളായിട്ട് വായിക്കാം. സുഹൃത്തുക്കളെ, ഇന്നലെ രാത്രി മുഴുവൻ നമ്മുടെ നാട്ടിലെ കുറേ ബ്രസീൽ ഫാൻസിനെ കാണാനില്ല. ആരും പേടിക്കേണ്ട, അവർ സേഫാണ്. 5 ലോകകപ്പ് ഉണ്ടല്ലോ, അതിൻ്റെ ഫോട്ടോയും നോക്കി വീട്ടിലിരിപ്പുണ്ട്. കളി തുടങ്ങുന്നതിന് മുമ്പ് എന്തായിരുന്നു ഇത്തവണ കപ്പ് ബ്രസീലിന്? കളി കഴിഞ്ഞപ്പോഴോ അളിയാൻ ഞങ്ങൾ ശരിക്കും ഫുട്ബോൾ കാണാറില്ല, വെറുതെ ജേഴ്സി ഇട്ടതാ. ഓക്കെ, ഇപ്പം നമ്മൾക്ക് എന്തിട്ടുണ്ട്, സ്ക്രിപ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ഏത് കാര്യങ്ങൾക്കും നിങ്ങൾക്ക് മലയാളത്തിൽ ലളിതമായിട്ട് പ്രോംപ്റ്റ് കൊടുത്താൽ മതി. ഇപ്പം നിങ്ങളുടെ ഷോപ്പിൻ്റെ പരസ്യത്തിനാണെങ്കിൽ നിങ്ങൾ അതിനോട് കാര്യം പറയാം. കൃത്യമായിട്ട് ഈ വോയിസ് റെക്കോർഡ് ഓൺ ആക്കിയിട്ട് നിങ്ങൾ കൃത്യമായിട്ട് കാര്യം പറഞ്ഞു കൊടുക്കുക. ഇന്നൊരു ആവശ്യത്തിന് വേണ്ട, ഇന്ന ആഡിന് വേണ്ടിയിട്ടാണ്, ഇന്ന ഫണ്ടിന് വേണ്ടിയിട്ടാണ്, ഇന്ന ട്രോളിന് വേണ്ടിയിട്ടാണ്. അപ്പം അത് നിങ്ങൾ കൃത്യമായിട്ട് മലയാളത്തിൽ കൊടുക്കുക. ഇനി ഇത്ര കിട്ടി. ഇനി നമുക്ക് നെക്സ്റ്റ് വേണ്ടത് ഇതിൻ്റെ ക്യാരക്ടറിനെ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഈ ഒരു വീഡിയോയിലുള്ള ക്യാരക്ടറിൻ്റെ ഇമേജ് നമ്മൾ നിർമ്മിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഇമേജ് നമ്മൾ AI വെച്ചിട്ടാണ് നിർമ്മിക്കുന്നത്. ആ ഇമേജ് നിർമ്മിക്കേണ്ട പ്രോംപ്റ്റ് വേണം. അപ്പോൾ അതാണ് നമ്മൾ നെക്സ്റ്റ് ഒരു പ്രോംപ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ ചെയ്ത അതേ കാര്യം ചെയ്യുന്നതാണ്. ഇനി എനിക്ക് ഈ ഒരു സ്ക്രിപ്റ്റിൽ പറയുന്ന പ്രകാരമുള്ള ക്യാരക്ടർ നിർമ്മിക്കാൻ വേണ്ട ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രോംപ്റ്റ് തരണം. അപ്പോൾ ആ ഒരു പ്രോംപ്റ്റ് വെച്ചിട്ട് വേണം ആ ഒരു ക്യാരക്ടറിൻ്റെ ഇമേജ് എനിക്ക് നിർമ്മിക്കാൻ. ഓക്കെ, ഇപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നേരത്തെ കിട്ടിയ സ്ക്രിപ്റ്റിലുള്ള ക്യാരക്ടറിൻ്റെ ഒരു ഇമേജ് നിർമ്മിക്കേണ്ട പ്രോംപ്റ്റാണ് നിർമ്മിക്കുന്നത്. മാക്സിമം നിങ്ങൾ വീഡിയോ ക്രിയേഷനിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ക്യാരക്ടേഴ്സ് കൺസിസ്റ്റൻസി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്ക്രിപ്റ്റിൽ, ഇപ്പോൾ നിങ്ങളൊരു ആഡ് വീഡിയോ ഉണ്ടാക്കുന്നുണ്ട്, അപ്പോൾ ആ ആഡ് വീഡിയോയിൽ വേണ്ട ക്യാരക്ടേഴ്സിൻ്റെ ഇമേജുകൾ, പിക്ചേഴ്സ് ആദ്യം തന്നെ നിർമ്മിച്ചു വെക്കുക. എന്നിട്ട് നിങ്ങൾ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ആ പിക്ചേഴ്സ് അറ്റാച്ച് ചെയ്തിട്ട് നിർമ്മിക്കുക. അങ്ങനെ ചെയ്യുന്നത് വഴി എന്ന് വെച്ചാൽ നമുക്ക് ക്യാരക്ടറിൽ കൺസിസ്റ്റൻസി കിട്ടും. ഇപ്പം നമ്മൾ കൊടുത്ത പ്രോംപ്റ്റിനനുസരിച്ചിട്ടുള്ള ഒരു ക്യാരക്ടർ നിർമ്മിക്കേണ്ട പ്രോംപ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ ക്ലോത്തിങ്, ഫേസിൽ എക്സ്പ്രഷൻസ്, ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മളിത് പ്രോംപ്റ്റ് കോപ്പി ചെയ്യാണ്. ഇവിടെ നിങ്ങൾക്ക് മുകളിൽ വന്ന് കോപ്പി ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണിക്കും. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, നെക്സ്റ്റ് ഇമേജ് ക്രിയേറ്റ് ചെയ്യാണ്. അതായത് നേരത്തെ പറഞ്ഞ ആ ഒരു ക്യാരക്ടറിനെ നിർമ്മിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ഒന്നുകിൽ ChatGPT ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ജെമിനിയിൽ ചെയ്യാം. അപ്പം ഞാനിവിടെ ChatGPT തന്നെയാണ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ChatGPT ആ ഒരു പ്രോംപ്റ്റ് പേസ്റ്റ് ചെയ്തു. പിന്നെ ഓക്കെ, പ്രോംപ്റ്റ് പേസ്റ്റ് ചെയ്തു. സിസ്റ്റത്തിൽ ചില സമയത്ത് നമ്മൾ ഇമേജ് ചൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ഉണ്ടാവും, ഇതിലതില്ലാന്ന് തോന്നുന്നു. അപ്പം ഞാൻ ക്രിയേറ്റ് ദ ക്യാരക്ടർ എന്നുള്ള
ഒരു സിമ്പിൾ പ്രോംപ്റ്റ് കൂടി കൊടുത്തു. ഓക്കെ, ഇനി നമ്മൾ ചിലപ്പോൾ ChatGPT സമയം എടുക്കും. നമ്മൾ ജെമിനിയിൽ കൂടി, ജെമിനി എന്നും പറയാം ജെമിനി എന്നും പറയാം. ഓക്കെ, ജെമിനിയിലും നമ്മൾ ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ പുതിയൊരു ചാറ്റ് എടുത്തു, ന്യൂ ചാറ്റ് ഓപ്പൺ ചെയ്തു. ഓക്കെ, ന്യൂ ചാറ്റ് ഓപ്പൺ ചെയ്ത ശേഷം ഇതിൽ ഓൾറെഡി ഒരു സാധനം ഉണ്ട്. ഈ സെയിം പ്രോംപ്റ്റ് അവിടെ കൊടുന്ന് പേസ്റ്റ് ചെയ്തു. ഇനി ഇമേജസ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്ത് ഇവിടെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ എവിടെയാണോ ഫസ്റ്റ് കിട്ടുന്നത് അത് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെയും നമ്മൾക്ക് ഇമേജ് ക്രിയേറ്റ് ആവുന്നുണ്ട്. ഇല്ല, അത് ശരിയായിട്ടില്ല, ChatGPT ശരിയായിട്ടില്ല. നമ്മൾ ഒന്നുകൂടി കൊടുക്കുകയാണ്. ക്രിയേറ്റ് ഇമേജ് കൊടുത്തു. ഇനി നമ്മൾ ആ പ്രോംപ്റ്റ് കൊടുത്തു, ശേഷം വെയിറ്റ് ചെയ്യാൻ. ഓക്കെ, നൗ ഇറ്റ്സ് ഗോയിങ് ടു ബിൽഡ് എ ക്യാരക്ടർ. അപ്പോൾ ഇവിടെ ChatGPT നമ്മൾ സെയിം വർക്ക് നടക്കുന്നുണ്ട്, ജെമിനിയിലും സെയിം വർക്ക് നടക്കുന്നുണ്ട്. പക്ഷേ ജെമിനിയിൽ നമുക്ക് നമ്മുടെ ക്യാരക്ടറിൽ ബ്രസീലിൻ്റെ ജേഴ്സി വേണം എന്നുള്ളതില്ല. ബോഡി ക്ലോത്തിങ്ങിൽ ഹീസ് വിയറിങ് സിമ്പിൾ ഓവർ സൈസ്ഡ്. ഓക്കെ, ബ്രസീലിന് ജേഴ്സി വേണം എന്നുള്ളതൊന്നും പറയുന്നില്ല. ഒരു സിമ്പിൾ മലയാളി ക്യാരക്ടറിനെ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ജെമിനിയിൽ കിട്ടിയിട്ടുണ്ട്. സിമ്പിളായിട്ട് ഞാനത് ഡൗൺലോഡ് ചെയ്യാണ്. ഓക്കെ, ഡൗൺലോഡിങ് ഇൻ എ ഫുൾ സൈസ്. ഓക്കെ, ഇമേജ് ഡൗൺലോഡായി. ഇനി ഇതേപോലെ ChatGPTയിലും നമ്മൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇമേജ് ക്രിയേറ്റ് ആവുന്നുണ്ട്. ഇറ്റ്സ് മേ ബി ഗോയിങ് ടു ടേക്ക് ടൈം. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾക്ക് പോവേണ്ടത് വീഡിയോ ക്രിയേഷനിലേക്കാണ്. ഓക്കെ, നമ്മൾ നേരത്തെ ChatGPTയിൽ കൊടുത്ത പ്രോംപ്റ്റിനും നമ്മൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾക്ക് 2 ഇടങ്ങളിലും ഏകദേശം സിമിലർ ആയിട്ടുള്ള ക്യാരക്ടറിനെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാനിതിന് ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്തു. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ബ്രസീൽ ഫാൻസിനെയാണ് എന്നുള്ള കാര്യം പറഞ്ഞില്ല, അല്ലെങ്കിൽ ബ്രസീൽ ക്യാരക്ടറിനെയാണ് വേണ്ടത് എന്നുള്ളത് പറഞ്ഞില്ല. അതുകൊണ്ടാണ് ഇത് ബ്രസീലിൻ്റെ ജേഴ്സി ഇല്ലാത്തത്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻ കേസ് നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചേർക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രോംപ്റ്റ് കൊടുക്കുക. അപ്പോൾ ഞാൻ വേണമെങ്കിൽ ഇങ്ങനെ പ്രോംപ്റ്റ് കൊടുക്കാം. ഓക്കെ, ഈ ഒരു ഫോട്ടോ നന്നായിട്ടുണ്ട്. ഇനി നീ ചെയ്യേണ്ടത്, ഇദ്ദേഹത്തിൻ്റെ ഷർട്ട് ബ്ലാക്ക് ആയിട്ടുള്ള ഷർട്ടാണ്, അത് ബ്രസീലിൻ്റെ ജേഴ്സിയിലേക്ക് നീ കൺവേർട്ട് ചെയ്ത് തരണം. അങ്ങനെ നമ്മൾ അഡീഷണൽ ആ ഒരു ഇമേജിൽ ചേഞ്ച് വരുത്തണം എന്ന് പറഞ്ഞിരുന്നു. അതായത് ബ്രസീലിൻ്റെ ജേഴ്സിയിലേക്ക് മാറ്റണം എന്ന് പറഞ്ഞിട്ടുള്ള പ്രോംപ്റ്റ് മലയാളത്തിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ChatGPTയിലും കൊടുത്ത് വി ഗോട്ട് ദ റിസൾട്ട്. ഇനി അതേപോലെ തന്നെ നമ്മൾ ജെമിനിയിലും കൊടുത്തിട്ടുണ്ടായിരുന്നു. വി സെയിം ഹിയർ ഓൾസോ വി ഗോട്ട് ദ റിസൾട്ട്. അപ്പോൾ നമ്മൾക്ക് ക്യാരക്ടേഴ്സായി. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, വീഡിയോ ക്രിയേഷൻക്ക് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ മുമ്പ് നമ്മളുടെ നേരത്തെ മേക്ക് ചെയ്ത സ്ക്രിപ്റ്റ് നമ്മൾക്ക് എന്ത് ചെയ്യണം, എടുക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ ഒരു സ്ക്രിപ്റ്റ് നമ്മൾ മേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ മുകളിൽ ഫസ്റ്റ് നമ്മൾ സ്ക്രിപ്റ്റാണ് മേക്ക് ചെയ്തത്. വൺ മോർ, ഇവിടെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്. ഓക്കെ, ഈ ഒരു സ്ക്രിപ്റ്റ് ഇവിടെ മലയാളത്തിലുള്ളൊരു സ്ക്രിപ്റ്റ് ഉണ്ട്. അത് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, കോപ്പി ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ വീഡിയോ ക്രിയേഷൻ ആദ്യം ഉപയോഗിക്കാൻ പോകുന്ന ടൂള് ജെമിനി ആണ്. ഓക്കെ, ജെമിനി ഓപ്പൺ ചെയ്തു. എന്നിട്ട് ഞാൻ പുതിയ ചാറ്റ് ഓപ്പൺ ചെയ്തു. പുതിയ ചാറ്റ് ഓപ്പൺ ചെയ്ത ശേഷം ആദ്യം ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത ഇമേജ് അപ്ലോഡ് ചെയ്യാണ്. അപ്പോൾ ഞാൻ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ആ ഒരു ഇമേജ് ഞാൻ അപ്ലോഡ് ചെയ്തു. ഇനി ശേഷം നമ്മളിവിടെ തിരഞ്ഞെടുക്കേണ്ട, ജെമിനിയിൽ വീഡിയോ ക്രിയേഷന് തിരഞ്ഞെടുക്കേണ്ട ഒരു കാര്യം വീഡിയോസ് എന്നുള്ള ഈ ഒരു ഫംഗ്ഷനാണ്. അപ്പോൾ ചില ആളുകൾക്ക് ഈ ഒരു ഫംഗ്ഷൻ കിട്ടൂല. അപ്പം നിങ്ങൾക്ക് എന്താ വെച്ചാൽ ജെമിനിയുടെ പ്രോ ഇല്ലാത്തത് കൊണ്ടാണ്. ഡോണ്ട് വറി, അതായത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, 2-3 ഓപ്ഷനിൽ നമുക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം നെക്സ്റ്റ് വരുന്ന ഭാഗങ്ങളിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്ന പ്ലാറ്റ്ഫോമും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾക്ക് ഇവിടെ ആ ഒരു പ്രോംപ്റ്റ് പേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മാക്സിമം 10 സെക്കൻഡിൽ പറയാവുന്ന പ്രോംപ്റ്റുകൾ കൊടുക്കാൻ നിങ്ങൾ ശ്രമിക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് അക്യുറേറ്റ് ആയിട്ട് കിട്ടുന്നില്ല. അപ്പം ഞാനിത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഈ ഒരു ഇത് വേണ്ട, ഇതൊരു ഇൻസ്ട്രക്ഷനാണ്. അപ്പോൾ അത് ഞാൻ ഡിലീറ്റ് ചെയ്തു. ക്യാരക്ടർ ക്യാമറയിലേക്ക് നോക്കി വളരെ സീരിയസ് ആയി. സുഹൃത്തുക്കളെ, ഇന്നലെ രാത്രി മുതൽ നമ്മുടെ നാട്ടിലെ കുറേ ബ്രസീൽ ഫാൻസിനെ കാണാനില്ല. ആരും പേടിക്കേണ്ട, അവർ സേഫാണ്. 5 ലോകകപ്പ് ഉണ്ടല്ലോ, അതിൻ്റെ ഫോട്ടോയും നോക്കി വീട്ടിലിരിപ്പുണ്ട്. ഓക്കെ, പിന്നെ ഓക്കെ, വീട്ടിലിരിപ്പുണ്ട്, അത്ര മതി. ഇനി നമുക്ക് ബാക്കിയുള്ളത് കോപ്പി ചെയ്ത് വെക്കാം, കട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ സീനിൻ്റെ വീഡിയോ ആണ് മേക്ക് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് മാക്സിമം ഒരു 10 സെക്കൻഡിൽ പറയാൻ പറ്റുന്ന രീതിയിലുള്ള സ്ക്രിപ്റ്റ് കൊടുക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്നുകൂടെ ഫാസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് അത്രത്തോളം പെർഫെക്ഷൻ കിട്ടില്ല. ഓക്കെ, ഇവിടെ ഇത് എത്രത്തോളം അക്യുറേറ്റ് ആവും എന്ന് അറിയില്ല, നമുക്ക് നോക്കിയേക്കാം. പിന്നെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഇവിടെ താഴെ
ലാൻഡ്സ്കേപ്പ് വേണമെങ്കിൽ അതിനും ഫംഗ്ഷൻ ഉണ്ട്, പോർട്രേറ്റ് വേണമെങ്കിൽ അതിനും ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് പോർട്രേറ്റ് ടൈപ്പ് തന്നെ അയക്കാം. അതായത് നമ്മൾ കൂടുതൽ വീഡിയോസ് വാട്സപ്പിലൂടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാനോ നമ്മുടെ നാട്ടിലെ ഗ്രൂപ്പിലൂടെ ഒക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അഡീഷണൽ കാര്യങ്ങൾ പ്രോംപ്റ്റ് കൊടുക്കണമെങ്കിൽ അതും നിങ്ങൾക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ വീഡിയോ ക്രിയേഷൻ ഓപ്ഷൻ ചൂസ് ചെയ്തു, ഇമേജ് അപ്ലോഡ് ചെയ്തു, ആ ഒരു സ്ക്രിപ്റ്റിന് ഒന്നുകൂടി പ്രിസൈസ് ആക്കി. ഇനി ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നത്, എൻറ്റർ കൊടുക്കണം. ഓക്കെ, എൻട്രി കൊടുത്തിട്ട് നമുക്ക് റിസൾട്ട് നോക്കാം. ഇപ്പം നമ്മളുടെ കൊടുത്ത ആ പ്രോംപ്റ്റിനനുസരിച്ചുള്ള വീഡിയോസ് മേക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ ഇത് ഏകദേശം ചിലപ്പോൾ ഒരു 40 സെക്കൻഡ് മുതൽ 50 സെക്കൻഡ് വരെ ഇതിന് സമയം എടുക്കാം. വി നീഡ് ടു വെയിറ്റ്. അപ്പം നമ്മൾ ഏകദേശം ഒരു 40-50 സെക്കൻഡിന് ശേഷം നമ്മളുടെ വീഡിയോ കിട്ടിയിട്ടുണ്ട്. ഇവിടെ 2 കാര്യമാണ് നമ്മൾ നേരത്തെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. അതായത് നമ്മൾ ശരിക്കും ആക്ച്വലി ബ്രസീൽ ഫാൻസിൻ്റെ ജേഴ്സിയിലേക്ക് മാറ്റേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം നമ്മുടെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് വേറൊരാൾ ബ്രസീൽ ഫാൻസിനെ കാണാനുള്ള പരാതി പറയുന്ന രീതിയിലാണ്. ബട്ട് ഇറ്റ്സ് ഓക്കെ. അതായത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമുക്ക് സിമ്പിളായിട്ട് ജേഴ്സിയുടെ കളർ മാറ്റാനും പിക്ചേഴ്സിൻ്റെ കളർ മാറ്റാനും ഒക്കെ ഈസിയാണ് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. സി, നമ്മൾക്ക് ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ സുഹൃത്തുക്കളെ, ഇന്നലെ രാത്രി മുതൽ നമ്മുടെ നാട്ടിലെ കുറേ ബ്രസീൽ ഫാൻസിനെ കാണാനില്ല. ആരും പേടിക്കണ്ട, അവർ സേഫാണ്. 5 ലോകകപ്പ് ഉണ്ടല്ലോ, അതിന്റെ ഫോട്ടോയും നോക്കി വീട്ടിലിരിപ്പുണ്ട്. ഓക്കെ, അതായത് നമ്മൾക്ക് ഏകദേശം അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ, രണ്ടാമത്തെ വീഡിയോ മേക്ക് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ഓക്കെ, വീഡിയോ ഡൗൺലോഡ് ചെയ്ത് വെച്ചു. ഇനി ശേഷം നമ്മൾ എന്ത് ചെയ്യണം, രണ്ടാമത്തെ വീഡിയോ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ആ ഒരു പ്രോംപ്റ്റിൻ്റെ ബാക്കി ഭാഗം ഇവിടെ കോപ്പി ചെയ്തു. കളി തുടങ്ങുന്നതിന് മുമ്പ് എന്തായിരുന്നു, ഇത്തവണ ലോകകപ്പ് ബ്രസീലിന് കളി കഴിഞ്ഞപ്പോഴും ഓക്കെ ഏകദേശം ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ വീഡിയോ ക്രിയേഷൻ ഓൾറെഡി ഡിഫോൾട്ടായിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു ക്യാരക്ടറിൻ്റെ പിക്ചർ നമ്മൾ എന്ത് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം. ഞാനിവിടെ പ്ലസ് ബട്ടണിൽ പോയിട്ട് ഈ ഒരു പിക്ചർ, നമുക്ക് സെയിം പിക്ചർ ബ്രസീലിൻ്റെ പിക്ചർ വേണമെങ്കിൽ ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഫസ്റ്റ് കിട്ടിയ ബ്ലാക്ക് ഷർട്ടിലുള്ള ഡ്രസ്സ് തന്നെ നമുക്കിവിടെ ചൂസ് ചെയ്യാം. ആഡ് ഫോട്ടോ കൊടുത്തു. ഓക്കെ, ഇനി നമ്മൾ അതിന് ഓക്കെ കഴിഞ്ഞാൽ നമ്മൾ എൻട്രി കൊടുക്കുകയാണ്. ഓക്കെ, നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ഇതും ഏകദേശം ഒരു 30 സെക്കൻഡ് മുതൽ 40 സെക്കൻഡ് വരെ ടൈം എടുക്കും. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ വീഡിയോ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതിൽ ചെറിയ മിസ്റ്റേക്കുകൾ പറ്റിയിട്ടുണ്ട്. അതായത് എനിക്ക് തോന്നുന്നു ഈ ഒരു വീഡിയോ ക്രിയേഷൻ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുമ്പോൾ ഇതിന് കൺഫ്യൂഷൻ ആയിട്ടുണ്ട് എന്ന് തോന്നുന്നു. നമ്മൾ ആദ്യം എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് പ്ലേ ചെയ്തുതരാം. അപ്പോൾ നിങ്ങൾക്ക് പറ്റിയ അബദ്ധം കറക്റ്റ് മനസ്സിലാവും. കളി തുടങ്ങുന്നതിനും കളി കഴിഞ്ഞപ്പോഴോ, അളിയ ഞങ്ങൾ ശരിക്കും ഫുട്ബോൾ കാണാറില്ല, വെറുതെ ജേഴ്സി ഇട്ടതാ. ഇപ്പോൾ ബ്രസീൽ ഫാൻസിന്റെ ഏറ്റവും വലിയ ടെൻഷൻ എന്താ അറിയോ, അർജന്റീന ഫാൻസിന്റെ വാട്സ്ആപ്പ് സ്റ്റേറ്റസും പറ്റും. പക്ഷെ നാട്ടിലെ ചായക്കടക്കാരനെ എങ്ങനെ മ്യൂട്ട് ചെയ്യും? ഓക്കെ, അതായത് 2 ഷർട്ടിലും മിക്സ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് നമ്മൾക്ക് എന്ത് ചെയ്തത് തന്നിട്ടുള്ളത്. ദാറ്റ് ഈസ് ഓൾസോ ഓക്കെ. നമുക്ക് അത് നമ്മളെന്താ വെച്ചാൽ ആദ്യത്തെ വീഡിയോയിൽ ബ്രസീലിൻ്റെ ജേഴ്സി ഇട്ടിട്ടായിരുന്നു, രണ്ടാമത്തെ വീഡിയോയിൽ പിക്ചർ അപ്ലോഡ് ചെയ്ത് ആ ബ്ലാക്ക് ടീ ഷർട്ട് ഉള്ളതാണ്. അതിൻ്റെ ഒരു മിസ്റ്റേക്കാണ്. അപ്പോൾ നമ്മൾക്ക് വീഡിയോ ഓക്കെയാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, രണ്ടാമത്തെ വീഡിയോ ഡൗൺലോഡ് ചെയ്യുക. രണ്ടാമത്തെ വീഡിയോ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഇപ്പോൾ നമ്മൾക്ക് വേണ്ട വിധത്തിലുള്ള വീഡിയോ ആയിട്ടുണ്ട്. ഇനി നമ്മൾ 2 വീഡിയോ കണക്ട് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ അതിന് നിങ്ങൾക്ക് ക്യാൻവ പോലെയുള്ള പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കാം. അപ്പോൾ എക്സാമ്പിൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ക്യാൻവയാണ് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ക്യാൻവയിൽ പോയിട്ട് ഈ 2 വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്യാണ്. ഓക്കെ, ഇവിടെ 2 വീഡിയോ അപ്ലോഡ് ചെയ്തു. എന്നിട്ട് ആദ്യത്തെ വീഡിയോ കൊണ്ടുവന്നു. സുഹൃത്തുക്കളെ, ഇന്നലെ രാത്രി മുതൽ നമ്മുടെ നാട്ടിലെ കുറേ ബ്രസീൽ ഫാൻസ് ആദ്യത്തെ വീഡിയോ കൊണ്ടുവന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, രണ്ടാമത്തെ വീഡിയോ ഇവിടെ കൊണ്ടുവരണം. അപ്പോൾ അതിന് മീഡിയയിൽ പോയിട്ട് മീഡിയയിലല്ല, ഇവിടെ എൻഡിലെത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ്സിൽ രണ്ടാമത്തെ വീഡിയോ ഉണ്ടാവും. അപ്പോൾ രണ്ടാമത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ നമ്മൾ ആദ്യത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തു, രണ്ടാമത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തു. അപ്പോൾ നമുക്ക് കണക്ട് ചെയ്ത് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുക, സേവ് ചെയ്തിട്ട് ഷെയർ ചെയ്യുക, ബാക്കി കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മൾക്ക് വീഡിയോ ക്രിയേഷന് ചെയ്യാൻ പറ്റിയ ഒരു വേ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത്, രണ്ടാമത്തെ വേയിലൂടെയാണ് പോകുന്നത്. അത് മറ്റൊരു ടൂൾ തന്നെയാണ്, അതും ഗൂഗിൾ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൻ്റെ പേരാണ് ഫ്ലോ. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഫ്ലോ എന്ന് പറഞ്ഞാൽ വീഡിയോ ക്രിയേഷനിൽ ഒന്നുകൂടെ നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇത് എല്ലാ ഫ്രീ യൂസേഴ്സിനും പറ്റും, പ്രോ യൂസേഴ്സിനും പറ്റും. ഇവിടെ ക്രെഡിറ്റുകളിൽ വ്യത്യാസമുണ്ട് എന്നുള്ളതാണ്. ഈ ഫ്ലോ ഉപയോഗിച്ചിട്ടാണ് കുറേ ആളുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ. ഇപ്പം എൻ്റെ കയ്യിലുള്ളത് പന്താണ്, ഇത് വാളായി മാറും എന്ന് പറഞ്ഞിട്ടുള്ള കുറേ വീഡിയോസ് കാണാം. ഇപ്പം എൻ്റെ കയ്യിലുള്ളത് ഒരു ചീർപ്പാണ്. ഇനി ഞാൻ എൻ്റെ വിരലൊന്ന് ഞൊടിക്കുന്ന സമയത്ത് ഇതെന്ത് ചെയ്യും, വാളായിട്ട് മാറും. ഇത് വാളായിട്ട് മാറി. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതൊക്കെ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഫ്ലോ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾ ക്രോമിൽ ഫ്ലോ
എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടേക്ക് എത്താൻ സാധിക്കും. ഓക്കെ, ഗൂഗിളിൻ്റെ തന്നെയാണ് ഫ്ലോ. ഓക്കെ, ഗൂഗിൾ ഫ്ലോ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ആദ്യമായിട്ട് തുറക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മളുടെ ജിമെയിൽ വെച്ചിട്ട് സൈൻ ഇൻ ചെയ്യണം. അപ്പോൾ നമ്മൾ ഇനി ഫ്ലോയിലാണ് മേക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ന്യൂ പ്രൊജക്റ്റ് കൊടുത്തു. ഓക്കെ, ന്യൂ പ്രൊജക്റ്റ് കൊടുത്തു. ഓൾറെഡി നമ്മളെ അടുത്ത് സ്ക്രിപ്റ്റും ഉണ്ട്, ക്യാരക്ടറിൻ്റെ പിക്ചറും ഉണ്ട്. ഓക്കെ, അപ്പം ഞാൻ ഇനി ആദ്യം പോയി സ്ക്രിപ്റ്റ്, നമ്മൾ നേരത്തെ നിർമ്മിച്ച ആ ഒരു സ്ക്രിപ്റ്റ് കൊണ്ടുവരികയാണ്. സ്ക്രിപ്റ്റ് നമ്മളിവിടെ ഉണ്ട്, ChatGPT ഓൾറെഡി ഡിഫോൾട്ടായിട്ട് ഹിസ്റ്ററിയിലുണ്ട്. ഓക്കെ ഓക്കെ ദിസ് ഈസ് ദ സ്ക്രിപ്റ്റ്. ഓക്കെ, സ്ക്രിപ്റ്റ് നമ്മൾ കോപ്പി ചെയ്തു. ഇനി നമ്മൾ ഫ്ലോയിൽ വന്നിട്ട് സ്ക്രിപ്റ്റ് പേസ്റ്റ് ചെയ്യാണ്. സ്ക്രിപ്റ്റ് പേസ്റ്റ് ചെയ്തു. ഇനി നേരത്തെ ചെയ്തതുപോലെ തന്നെ ഫുൾ പ്രോംപ്റ്റ്, ഫുൾ സ്ക്രിപ്റ്റ് കൊടുക്കാതെ രണ്ടാമത്തെ സീനായിട്ട് നമ്മൾ ആ ഒരു സ്ക്രിപ്റ്റിനെ കട്ട് ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഇത്തരം സ്ക്രിപ്റ്റ് മാത്രമേ കൊടുക്കണം. ഇതെന്താ വെച്ചാൽ നമുക്ക് അക്യുറേറ്റ് ആയിട്ട് കിട്ടാനുള്ളതാണ്. നിങ്ങളിത് എപ്പോഴും ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത ആ ഒരു ഇമേജ് ഇവിടെ അപ്ലോഡ് ചെയ്യണം. അപ്പം നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ആ ബ്ലാക്ക് ഡ്രസ്സാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ആ ഒരു ഇമേജും അപ്ലോഡ് ചെയ്തു, അഗ്രി കൊടുത്തു. ഓക്കെ, ഇമേജ് ഇവിടെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇമേജ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, സ്ക്രിപ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഫ്ലോയിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ താഴെ നിങ്ങൾക്ക് കുറച്ച് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. വീഡിയോ എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾക്ക് വീഡിയോ ആണ് നമ്മൾ മേക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് ചൂസ് ചെയ്തു. ഇൻഗ്രീഡിയൻസ് എന്നുള്ള ഫംഗ്ഷൻ വെച്ചിട്ടാണ് നമ്മൾ ഇമേജ് അപ്ലോഡ് ചെയ്തത്. ഇൻഗ്രീഡിയൻസ് എന്നുള്ള ഫംഗ്ഷൻ ചിലപ്പോൾ ഫ്രീ യൂസേഴ്സിന് കാണില്ല, അത് കുഴപ്പമില്ല. ഓക്കെ, നിങ്ങൾ അത് ശ്രദ്ധിക്കേണ്ട. പിന്നെ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞത് പോർട്രേറ്റ് വേണോ ലാൻഡ്സ്കേപ്പ് വേണോ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ. പിന്നെ ഒരു വീഡിയോ വേണോ, 2 വീഡിയോ വേണോ, 3 വീഡിയോസ് വേണോ എന്നുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് താഴെ കാണാൻ സാധിക്കും. പിന്നെ ഇവിടെ ഒമ്നി ഫ്ലാഷ്, അതായത് നമ്മൾ ഏത് ടൂൾ, ഈ ഫ്ലോയിലുള്ള ഏത് ഫംഗ്ഷൻ വെച്ചിട്ടാണ് നമ്മൾ വീഡിയോ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ചില ഫ്രീ യൂസേഴ്സിനൊക്കെ ഇവിടെ ലിമിറ്റുകൾ ഉണ്ടാവും. ഇതിൽ വേറൊരു കാര്യം, നമ്മൾക്ക് ഓരോ ടൂളുകൾ ഇപ്പോൾ ഫ്ലാഷിലേക്ക് മാറ്റുമ്പോൾ, ജെമിനി ലൈറ്റിലേക്ക് മാറ്റുമ്പോൾ 10 ക്രെഡിറ്റ് പോകും. ഇനി അത് ഫാസ്റ്റിലേക്ക് മാറ്റുമ്പോൾ 20 ക്രെഡിറ്റ് പോകും. ഇനി അത് ക്വാളിറ്റിയിലേക്ക് മാറ്റുമ്പോൾ 100 ക്രെഡിറ്റ് പോകും. അതായത് ഈ ഫ്ലാഷ്, ക്വാളിറ്റി, ലൈറ്റ് എന്ന് പറയുന്നത് നമ്മളെ റിസൾട്ടിലും ബാധിക്കും. നല്ല രീതിയിലുള്ള റിസൾട്ട് വേണമെങ്കിൽ നമുക്ക് ക്വാളിറ്റിയിൽ ഫോക്കസ് ചെയ്യാം, പക്ഷെ നമ്മുടെ ക്രെഡിറ്റ് നഷ്ടമാവും എന്നുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ സിമ്പിളായിട്ട് ഒമ്നി ഫ്ലാഷ് വെച്ചിട്ടാണ് ആദ്യം ചെയ്ത് നോക്കുന്നത്. പിന്നെ നമ്മൾക്ക് 4 സെക്കൻഡ് വേണോ, 6 സെക്കൻഡ് വേണോ, 10 സെക്കൻഡ് വേണോ എന്നുള്ളതൊക്കെ നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 10 സെക്കൻഡാണ് വേണ്ടത്. അപ്പോൾ 10 സെക്കൻഡ് ചൂസ് ചെയ്തു, ഒമ്നി ഫ്ലാഷ് ചൂസ് ചെയ്തു, വീഡിയോ ചൂസ് ചെയ്തു, പോർട്രേറ്റ് ചൂസ് ചെയ്തു, 1x ചൂസ് ചെയ്തു. അപ്പോൾ ഇതൊക്കെ ഓൾമോസ്റ്റ് ഓക്കെയാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, നെക്സ്റ്റ് എൻ്റർ കൊടുക്കാം. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പ്രകാരം ഇവിടെ നമ്മൾ ഈ ഫ്ലോയുടെ ആപ്പ് ഒന്നും നിലവിലില്ല, നമ്മൾ ബ്രൗസറിലാണ് ഉപയോഗിക്കേണ്ടത്. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രോമിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ലാപ്ടോപ്പിലോ നിങ്ങൾക്ക് ഉപയോഗിക്കാം. നമ്മൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്, പക്ഷേ ഇത് നമ്മുടെ ക്യാരക്ടറിൽ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ നേരത്തെ ക്യാരക്ടറിൻ്റെ ഫോട്ടോ ഇതായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ക്യാരക്ടറിന് എന്ത് ചെയ്തിട്ടുണ്ട്, ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒമ്നി ഫ്ലാഷ് ഉപയോഗിക്കുമ്പോഴും ലൈറ്റ് ഉപയോഗിക്കുമ്പോഴും ക്വാളിറ്റി ഉപയോഗിക്കുമ്പോഴുള്ള വ്യത്യാസങ്ങളാണ് ഇവിടെയൊക്കെ സംഭവിക്കുന്നത്. അതേപോലെ തന്നെ ടൂളുകൾ മാറുമ്പോൾ, അതായത് ഇപ്പോൾ ജെമിനി ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഒന്നുകൂടി അക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടേണ്ടത്. ഇവിടെ ഫ്ലോയിലേക്ക് വന്നപ്പോൾ ചെറിയ രീതിയിലുള്ള വ്യത്യാസമുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത്, നെക്സ്റ്റ് സെക്കൻഡ് പാർട്ട് സ്ക്രിപ്റ്റ് കൂടി കൊടുത്തിട്ട് അടുത്തൊരു വീഡിയോ കൂടി മേക്ക് ചെയ്യാണ്. അപ്പോൾ ഇവിടെ നേരത്തെ ഡിഫോൾട്ടായിട്ടുള്ള നമ്മൾ ഒമ്നി ഫ്ലാഷ് ആയിരുന്നു നേരത്തെ ചൂസ് ചെയ്തിരുന്നത്. നമുക്ക് ഒമ്നി ലൈറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഒമ്നി ലൈറ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് റിസൾട്ട് നോക്കി നോക്കാം. ഓക്കെ, എൻ്റർ കൊടുത്തു. ഇതും ഏകദേശം ഒരു 40 സെക്കൻഡ് മുതൽ 50 സെക്കൻഡ് വരെ സമയം എടുക്കാം. ഈ ഒരു ഫ്ലോയുടെ അഡീഷണൽ പ്രത്യേകതകൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമുക്കൊരു വീഡിയോയിൽ വേണ്ട എഡിറ്റിങ്ങുകൾ നമുക്ക് പ്രോംപ്റ്റ് കൊടുത്തിട്ട് ഇങ്ങനെ എഡിറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് ആ വീഡിയോയിൽ ഇന്ന മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളത്. ആ ഒരു സെയിം കാര്യം ശരിക്കും പറഞ്ഞാൽ ജെമിനിയിലും നമ്മൾക്ക് നിലവിലുണ്ട്. ജെമിനിയിലും നിങ്ങൾക്കൊരു വീഡിയോ കിട്ടിക്കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ ആ ഒരു ക്യാരക്ടറിൻ്റെ ജേഴ്സിയുടെ നിറം മാറ്റിയല്ലോ, അതേ പ്രകാരം നിങ്ങൾക്ക് വീഡിയോയിലും സിമ്പിളായിട്ട് പ്രോംപ്റ്റ് കൊടുത്ത് എഡിറ്റിംഗ് വരുത്താം.
ഇവിടെ നിങ്ങൾക്ക് ഫ്ലോയിൽ ഔട്ട്പുട്ട് കിട്ടുന്നതിൻ്റെ സമയം കാണാൻ സാധിക്കും. 5 സെക്കൻഡ്, 6 സെക്കൻഡ്, 7 സെക്കൻഡ് വെച്ചിട്ട് നമുക്ക് വീഡിയോ ക്രിയേറ്റ് ആവുന്നുണ്ട്. അങ്ങനെ ഏകദേശം ഒരു 40-50 സെക്കൻഡിന് ശേഷം നമുക്ക് രണ്ടാമത്തെ വീഡിയോയും കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾക്ക് അക്യുറേറ്റ് ആയിട്ടുള്ള ക്യാരക്ടർ വെച്ചിട്ട് തന്നെ വീഡിയോ കിട്ടിയിട്ടുണ്ട്. ഞാനൊന്ന് ജസ്റ്റ് പ്ലേ ചെയ്തുതരാം. Before the game, what was it? This time the cup is for Brazil. After game, dude, we just wore it. പക്ഷേ ഇവിടെ ചെറിയൊരു പ്രശ്നം, ചെറിയൊരു ഫ്ലോപ്പ് വന്നിട്ടുണ്ട്. ഭാഷ, അതായത് ഇംഗ്ലീഷിലാണ് വന്നിട്ടുള്ളത് ഓഡിയോ. അത് നമ്മളുടെ പ്രോംപ്റ്റിങ്ങിൻ്റെ ഒക്കെ ചെറിയ പ്രശ്നമാണ്. മാക്സിമം നമ്മൾ സീനുകൾ കട്ട് ചെയ്തിട്ടാണ് ഇവിടെ കൊടുന്ന് പേസ്റ്റ് ചെയ്ത്. ഓക്കെ, അപ്പോൾ അവിടെയൊക്കെ നമ്മൾ സീനുകളിലൊക്കെ കൃത്യമായിട്ട് കൊടുക്കണം, മലയാളത്തിൽ തന്നെ സംസാരിക്കണം എന്നുള്ള പ്രോംപ്റ്റുകളൊക്കെ കൊടുക്കണം. അപ്പം ഇവിടെ വേറൊരു കാര്യം എനിക്ക് മനസ്സിലായത്, ഇപ്പോൾ ജെമിനി ഇന്ന് ഫ്ലോയിലേക്ക് വരുമ്പോൾ കൺസിസ്റ്റൻറ്റിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഇനി നിങ്ങൾക്ക് ഇപ്പം ഞാൻ നേരത്തെ ചെയ്തതിൽ നിന്നും ഈ ഒരു തെറ്റ് വരാതിരിക്കാൻ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു മാർഗം എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ നേരത്തെ സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയല്ലോ, ആ സ്ക്രിപ്റ്റ് എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ആദ്യം തന്നെ ജെമിനൈക്ക് കൊടുത്തിട്ട് ഇത് സീൻ ബൈ സീൻ ആക്കി തരാൻ പറയാം. ഓക്കെ, അങ്ങനെ ആക്കുമ്പോൾ ചിലപ്പോൾ ഒന്നുകൂടി അക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്നുണ്ടാകും. അപ്പോൾ നമ്മൾ ജെമിനി ട്രൈ ചെയ്തു, ഫ്ലോ ട്രൈ ചെയ്തു, രണ്ടിലുള്ള വ്യത്യാസങ്ങൾ, രണ്ടിലുള്ള അഡ്വാൻറ്റേജസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇനി മൂന്നാമത് ഗൂഗിളിൻ്റെ തന്നെ മറ്റൊരു പ്ലാറ്റ്ഫോം ഉണ്ട്, ഗൂഗിൾ വിഡ്സ്. അപ്പം അവിടെയും നമുക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്യാനുള്ള ഫംഗ്ഷൻ ഉണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ മൂന്നാമത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്രോപ്പ് ചെയ്തിട്ട് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്യാൻവ ഉപയോഗിക്കാം. അതേപോലെ നിങ്ങളുടെ അടുത്തുള്ള ഏത് സോഫ്റ്റ്വെയർ ആണ്, ഏത് ടൂളാണെങ്കിലും അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഗൂഗിൾ വിഡ്സ് ആണ് നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഗൂഗിൾ വിഡ്സ് നിങ്ങൾ ക്രോമിലാണ് തിരയേണ്ടത്. ഗൂഗിൾ വിഡ്സ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു വെബ്സൈറ്റ് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കുക. ചിലപ്പോൾ ഫസ്റ്റ് ടൈം ആണ് നിങ്ങൾ ലോഗിൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ഇമെയിൽ കാര്യങ്ങൾ കൊടുക്കാം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഫോണിൽ ഉപയോഗിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു സ്ക്രീന് കാണിക്കും. അതായത് ഇത് കൂടുതലും ഉപയോഗിക്കാൻ പറ്റുക നമുക്ക് കമ്പ്യൂട്ടറിലാണ് എന്നുള്ളതാണ്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ആൻഡ്രോയിഡ് യൂസേഴ്സ് ചെയ്യേണ്ട ഒരു കാര്യം, അതേപോലെ തന്നെ ഐഫോൺ യൂസേഴ്സ് ചെയ്യേണ്ടത് റിക്വസ്റ്റ് ടു ഡെസ്ക് ടോപ്പ് സൈറ്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യുക. ഇങ്ങനെ റിക്വസ്റ്റ് ടു ഡെസ്ക് ടോപ്പ് സൈസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് ഫോണുകളിൽ ഇത് വർക്ക് ചെയ്യുന്നു എന്നുള്ളത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഐഫോണിൽ ഇത് വർക്കൗട്ട് ആവുന്നില്ല. ഇറ്റ് ഈസ് ഓക്കെ. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഭാഗം മാത്രം ലാപ്ടോപ്പിൽ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ആൻഡ്രോയിഡ് യൂസേഴ്സിന് ഐ തിങ്ക് സ്റ്റിൽ യു ക്യാൻ സീ ഇൻ യുവർ ക്രോം. നിങ്ങൾക്ക് ക്രോമിൽ തന്നെ ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. ഇനി ബാക്കി ഞാൻ കാണിച്ചിരുന്നത് ഗൂഗിൾ വിഡ്സിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഐഫോൺ യൂസേഴ്സിന് ഗൂഗിൾ വിഡ്സിൽ ബ്രൗസറിൽ ഗൂഗിൾ വിഡ്സ് ഉപയോഗിക്കാൻ സാധിക്കില്ല. ആൻഡ്രോയിഡ് യൂസേഴ്സിന് ഞാൻ നേരത്തെ കാണിച്ചത് പ്രകാരം ഡെസ്ക് ടോപ്പ് സൈറ്റിലേക്ക് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗൂഗിൾ വിഡ്സ് നിങ്ങളുടെ ബ്രൗസറിൽ ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഞാനിവിടെ ഗൂഗിൾ വിഡ്സ് എന്ന് സെർച്ച് ചെയ്തു. ഓക്കെ, സൈൻ ഇൻ ചെയ്തു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഇന്റർഫേസ് ആണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ ഇവിടെ തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഗൂഗിൾ വിഡ്സിൻ്റെ ഒക്കെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഗൂഗിൾ വിഡ്സിനെ കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ള ആളുകൾക്ക് കാണാം. അപ്പോൾ ഇവിടെ ബ്ലാങ്ക് വിഡ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ വേണമെങ്കിൽ, അതായത് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഒരു വീഡിയോ എഡിറ്റിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാം. പക്ഷെ നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നത് VO3 വെച്ചിട്ട്, അതായത് AI വെച്ചിട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്തു. ഓക്കെ, ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്തു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇപ്പോൾ ജെമിനൈയിൽ ഞാൻ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത് കാണിച്ചു തന്നു, ഫ്ലോയിൽ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത് കാണിച്ചു തന്നു. ഇവിടെയൊക്കെ ബേസിക് യൂസേഴ്സിന് ലിമിറ്റുകൾ ഉണ്ടെങ്കിൽ ഗൂഗിൾ വിഡ്സിലേക്ക് എത്തുമ്പോഴേക്കും ആ ലിമിറ്റ്സിനൊക്കെ കമ്പാരിറ്റീവ്ലി കുറവാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് ഗൂഗിൾ വിഡ്സിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇനി ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നേരത്തെ ഞാൻ ChatGPT ജനറേറ്റ് ചെയ്ത സ്ക്രിപ്റ്റ് ഇവിടേക്ക് കോപ്പി ചെയ്ത് കൊണ്ടുവരണം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ChatGPT ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളുടെ റീസെൻ്റ് ആയിട്ടുള്ള ഹിസ്റ്ററി ചെക്ക് ചെയ്യാണ്. റീസെൻ്റ് ഹിസ്റ്ററി ചെക്ക് ചെയ്തിട്ട് ഓക്കെ, നമ്മുടെ സ്ക്രിപ്റ്റ് നമ്മൾ കോപ്പി ചെയ്തു. ഇനി ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് കിട്ടുന്ന സ്ക്രിപ്റ്റുകൾ വേണം എന്നുണ്ടെങ്കിൽ വീണ്ടും 2 സീനുകളായിട്ട് മാറ്റി തരാൻ പറയാം. അപ്പം ഞാനിവിടെ ജെമിനിയിൽ കൊടുത്തിട്ട് മാറ്റി ക്യാൻ യു മേക്ക് ഇറ്റ് ഇൻ ടു 2 സീൻസ്, 2 സീനുകളാക്കി തരാൻ പറ്റൂ എന്നുള്ളത് ചോദിച്ചു. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ChatGPTയിലും ചെയ്യാം, ജെമിനിയിലും ചോദിക്കാം. ഇറ്റ് ഈസ് ഓക്കെ. ഇനി അതേ പ്രകാരം തന്നെ നമ്മൾക്ക് ഇവിടെ നമ്മൾ നേരത്തെ നിർമ്മിച്ച ഒരു ഇമേജ് കൂടി ആവശ്യമുണ്ട്.
ഓക്കെ, ഇമേജ് കൂടി നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ആ ഇമേജ് കൂടി ഞാനിവിടെ ഡൗൺലോഡ് ചെയ്യണം. ഓക്കെ, നമ്മൾ നേരത്തെ നിർമ്മിച്ച ആ ഒരു ക്യാരക്ടറിനെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും ഞാൻ എൻ്റെ ലാപ്ടോപ്പിലേക്ക് ഡൗൺലോഡ് ചെയ്ത് വെച്ചു. ലാപ്ടോപ്പിലേക്ക് ഡൗൺലോഡ് ചെയ്തു. ഇനി ഞാൻ വീണ്ടും ഗൂഗിൾ വിഡ്സിലേക്ക് വന്നു. ഗൂഗിൾ വിഡ്സിലേക്ക് വന്നാൽ ഇൻഗ്രീഡിയൻസ് എന്നുള്ള ഈ ഒരു ഫംഗ്ഷൻ ഞാൻ കൊടുത്തതിന് ശേഷം എൻ്റെ ഇമേജ് നമ്മൾ നേരത്തെ ബിൽഡ് ചെയ്ത ആ ഒരു ക്യാരക്ടറിൻ്റെ ഇമേജ് അറ്റാച്ച് ചെയ്തു. ഇനി ഒന്നാമത്തെ സീനാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് സീൻ 1 എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു പ്രോംപ്റ്റ് തന്നു, അത് കോപ്പി ചെയ്തു. ഇനി അത് നമ്മൾ ഇവിടെ കൊടുത്തിട്ട് പേസ്റ്റ് ചെയ്തു. ഇനി ഇവിടെയും ഞാൻ നേരത്തെ പറഞ്ഞ ലാൻഡ്സ്കേപ്പ് വേണമെങ്കിൽ ലാൻഡ്സ്കേപ്പ് തിരഞ്ഞെടുക്കാം, പോർട്രേറ്റ് വേണമെങ്കിൽ പോർട്രേറ്റ് തിരഞ്ഞെടുക്കാം. അതിന് മുമ്പ് വേറൊരു കാര്യം ശ്രദ്ധിക്കട്ടെ, നമ്മൾ ഇവിടെ ഫോർമാറ്റിൽ സീൻസിൽ പോയിട്ട് നമുക്ക് ലാൻഡ്സ്കേപ്പ് പോർട്രേറ്റിലേക്ക് മാറ്റാനുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ നോക്കട്ടെ. ഗൂഗിൾ വിഡ്സ് ഒരു തവണ കൂടി ഓപ്പൺ ചെയ്തു. ഓക്കെ, നമ്മൾ ഇവിടെ തന്നെ ഗൂഗിൾ വിഡ്സിൽ നമ്മൾ പോർട്രേറ്റ് ആയിട്ട് തന്നെ, അതായത് നമ്മുടെ ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വീഡിയോ കാണാൻ സാധിക്കും, ഇത് ലാൻഡ്സ്കേപ്പ് മോഡലാണ്. നമുക്ക് അങ്ങനെയല്ല, പോർട്രേറ്റ് മോഡിലേക്കാണ്. അപ്പം ഞാൻ പോർട്രേറ്റ് മോഡ് ചൂസ് ചെയ്തു, ശേഷം VO3 എന്നുള്ള ഈ ഒരു ഫംഗ്ഷൻ തിരഞ്ഞെടുത്തു. ഇനി നമ്മൾ ചെയ്ത പോലെ സീൻ 1 ഇവിടെ കോപ്പി ചെയ്തു, പോർട്രേറ്റ് ഓൾറെഡി വന്നു. ഇൻഗ്രീഡിയൻസിൽ പോയിട്ട് നമ്മളുടെ ആ ഒരു ക്യാരക്ടറിനെ അപ്ലോഡ് ചെയ്തു. ഇനി നമ്മൾ ജനറേറ്റ് കൊടുക്കുകയാണ്. ഇവിടെ ഗൂഗിൾ വിഡ്സിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ നേരത്തെ 2 സീന് വീഡിയോസൊക്കെ ഉണ്ടാക്കിയിട്ട് ക്യാൻവ പോലത്തെ പ്ലാറ്റ്ഫോമിൽ പോയിട്ടായിരുന്നു അത് കണക്ട് ചെയ്തിരുന്നത്. ഇവിടെ ഗൂഗിൾ വിഡ്സിലേക്ക് വരുമ്പോൾ നമ്മൾക്ക് എഡിറ്റിങ്ങിന് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് ഇവിടെ തന്നെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഗൂഗിൾ വിഡ്സിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അതേപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ VO3 വെച്ചിട്ട് നമുക്ക് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഫംഗ്ഷൻ ഉണ്ട് എന്നുള്ളതും VO3ൻ്റെ അടുത്തൊരു അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, നമ്മൾക്ക് വീഡിയോസ് നിങ്ങൾക്ക് ജനറേറ്റ് ആവുന്നത് കാണാൻ സാധിക്കും 45, 47, 48. പിന്നെ നിങ്ങൾക്ക് വേണ്ട എല്ലാ എഡിറ്റിങ്സും, അതായത് ആ ഒരു വീഡിയോയിൽ വേണ്ട മാനുവൽ ആയിട്ടുള്ള എഡിറ്റിങ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഗൂഗിൾ വിഡ്സിൽ ചെയ്യാം. അതിൻ്റെ ഫോർമാറ്റ് വേണമെങ്കിൽ, ടെക്സ്റ്റുകൾ മാറ്റണമെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. വി ഗോട്ട് ദ റിസൾട്ട്. ഓക്കെ, നമ്മൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ആ റിസൾട്ട് നമുക്കൊന്ന് കണ്ടുനോക്കാം. ഓക്കെ സുഹൃത്തുക്കളെ, ഇന്നലെ രാത്രി മുതൽ നമ്മുടെ നാട്ടിലെ കുറെ ബ്രസീൽ ഫാൻസിനെ കാണാനില്ല. ആരും പേടിക്കണ്ട, അവർ സേഫ് ആണ്. 5 ലോകകപ്പ് ഉണ്ടല്ലോ, അതിന്റെ ഫോട്ടോയും നോക്കി വീട്ടിലിരിപ്പുണ്ട്. കളി സുഹൃത്തുക്കളെ. ഓക്കെ, ദിസ് വൺ നൈസ്. നമ്മൾക്ക് ഒന്നാമത്തെ സീന് നമ്മൾക്ക് ഓക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ രണ്ടാമത്തെ സീനും ഇതേപോലെ ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ സീൻ 2 കോപ്പി ചെയ്തു. ഇനി സെയിം പ്രോസസ്സ് തന്നെ ഇവിടെ ഈ ഒരു പ്രോംപ്റ്റ് മാറ്റി രണ്ടാമത്തെ പ്രോംപ്റ്റ് കൊടുത്തു. പിന്നെ സെയിം ഇമേജ് ഇവിടെ ഓൾറെഡി ഉണ്ട്, പോർട്രേറ്റ് ഉണ്ട്, ജനറേറ്റ് ചെയ്തു. അപ്പോൾ രണ്ടാമത്തെ വീഡിയോ നമ്മൾ ജനറേറ്റ് ആക്കിക്കൊണ്ടിരിക്കുന്ന. ഓക്കെ, ഇറ്റ്സ് ഗോയിങ് ടു ടേക്ക് ടൈം. പക്ഷേ കമ്പാരിറ്റീവ്ലി ഇപ്പോൾ ജെമിനൈനെ വെച്ച് നോക്കുമ്പോഴും ഫ്ലോറിനെ വെച്ച് നോക്കുമ്പോഴും ഗൂഗിൾ വിഡ്സിലാണ് എന്ന് തോന്നുന്നു ഒന്നുകൂടി ഫാസ്റ്റ് ആയിട്ടുള്ള വീഡിയോ ക്രിയേഷൻ നടക്കുന്നത്. 19 സെക്കൻഡ്, 21 സെക്കൻഡ്, 100% എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇപ്പം തന്നെ കിട്ടാൻ സാധ്യതയുണ്ട്. ഏകദേശം ഒരു 30 സെക്കൻഡിന് ശേഷം നമ്മളെ രണ്ടാമത്തെ വീഡിയോയും കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഓക്കെ ആണെങ്കിൽ നമ്മൾക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഇൻസേർട്ട് ചെയ്യാം. ഇൻസേർട്ട് ആസ് എ ന്യൂ സീൻ കൊടുത്തു. ഓക്കെ, അപ്പം നമ്മുടെ രണ്ടാമത്തെ സീനും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് പ്ലേ ചെയ്തുതരാം. ഇപ്പൊ ബ്രസീൽ ഫാൻസിന്റെ ഏറ്റവും വലിയ ടെൻഷൻ എന്താണെന്ന് അറിയാമോ? അർജന്റീന ഫാൻസിന്റെ വാട്സ്ആപ്പ് സ്റ്റാറ്റസ് നമുക്ക് വേണമെങ്കിൽ മ്യൂട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ നാട്ടിലെ ചായക്കടക്കാരനെ എങ്ങനെ മ്യൂട്ട് ചെയ്യും? ബ്രസീൽ ഫാൻസിന്റെ സുഹൃത്തുക്കളെ, ഇന്നലെ രാത്രി മുതൽ നമ്മുടെ നാട്ടിലെ കുറെ ബ്രസീൽ ഫാൻസിനെ കാണാനില്ല. ആരും പേടിക്കണ്ട, അവർ സേഫ് ആണ്. 5 ലോകകപ്പ് ഉണ്ടല്ലോ, അതിന്റെ ഫോട്ടോയും നോക്കി വീട്ടിലിരിപ്പുണ്ട്. കളി ഇപ്പൊ ബ്രസീൽ ഫാൻസിന്റെ ഏറ്റവും റിസൾട്ട് ആർ നൈസ്. നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഞാൻ പറഞ്ഞ ഗൂഗിൾ വിഡ്സിന്റെ ഏറ്റവും അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ട്. അതിന്റെ മുമ്പ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, AI റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ചാനലിലൂടെ നമ്മൾ പറയുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്തായാലും താഴെ കമൻറ്റിലൂടെ പറയണം. കാരണം അതാണ് നമുക്ക് ഫ്യൂച്ചറിൽ ഇത്തരത്തിലുള്ള ഒരുപാട് വീഡിയോസ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആവുക, അതേപോലെ തന്നെ സപ്പോർട്ടീവ് ആവുക. മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, നമ്മളുടെ ഒരു AI കമ്മ്യൂണിറ്റി ഉണ്ട്. ആ ഒരു കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ഇത്തരത്തിലുള്ള ഒരുപാട് അപ്ഡേറ്റ്സ് വോയിസ് ആയിട്ടും ടെക്സ്റ്റ് ആയിട്ടും ഒക്കെ ഷെയർ ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതിൻ്റെ ലിങ്കും താഴെ കൊടുക്കുന്നുണ്ട്. ഇവിടെ ഗൂഗിൾ വിഡ്സിൽ പ്രത്യേകത, നമുക്ക് 2 വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ കുറേ എഫക്റ്റുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ട്രാൻസിഷൻ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രാൻസിഷൻ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഡിസോൾവ് ചെയ്യുന്നതോ ഫെയ്ഡ് ചെയ്യുന്നതോ അല്ലെങ്കിൽ പുഷ് ചെയ്യുന്നതോ ഒക്കെ ആയിട്ടുള്ള ട്രാൻസിഷൻസ് സിമ്പിളായിട്ടുണ്ട്. നമ്മൾ ഡിസോൾവ് ട്രാൻസിഷൻ കൊടുത്തു. ഇനി ഞാൻ ജസ്റ്റ് ഈ ഒരു വീഡിയോ പ്ലേ ചെയ്തുതരാം.
ഉണ്ടല്ലോ. അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് മൊത്തം ഊക്കാണ്. ഇപ്പൊ ഇവിടെ AI വെച്ചിട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ ഇവിടെ വരുമ്പോ ഇവിടെ ഊക്കാന്ന് പറഞ്ഞ പോലെ. ഇപ്പൊ ബ്രസീൽ ഫാൻസിന്റെ ഏറ്റവും വലിയ ടെൻഷൻ ഓക്കെ, അവിടെ നമ്മൾക്ക് സിമ്പിളായിട്ട് നമ്മളൊരു ഡിസോൾവ് ചെയ്യുന്ന ഒരു ട്രാൻസിഷൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ഒരുപാട് എഫക്റ്റുകൾ ഒക്കെ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതൊക്കെ ഗൂഗിൾ വിഡ്സിലുണ്ട്. ഫോർ എക്സാമ്പിൾ മ്യൂസിക്കുകൾ ക്രിയേറ്റ് ചെയ്യണം, ഇമേജുകൾ അപ്ലോഡ് ചെയ്യണം. അതൊക്കെ നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐക്കൺ നിങ്ങൾക്ക് കൊണ്ടുവരണം. അപ്പോൾ ഇവിടെ ഇൻസ്റ്റാഗ്രാം എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ നിങ്ങൾക്ക് ഗൂഗിൾ വിഡ്സിൽ കാണാൻ സാധിക്കും. അതായത് അഡീഷണൽ കുറേ എഫക്റ്റുകൾ, കുറേ എഡിറ്റിംഗ് ഫങ്ഷൻസ് ഗൂഗിൾ വിഡ്സിൽ വന്നിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ജെമിനിയിൽ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത് കാണിച്ചു തന്നു, ഫ്ലോയിൽ കാണിച്ചു തന്നു, അതേപോലെ തന്നെ ഗൂഗിൾ വിഡ്സിലും കാണിച്ചു തന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മാക്സിമം നമ്മുടെ പ്രോംപ്റ്റിങ് വൃത്തിയിൽ ചെയ്യുക, സീനുകൾ കൃത്യമാക്കുക, ക്യാരക്ടറുകൾ കൃത്യമായിട്ട് ബിൽഡ് ചെയ്ത് വെക്കുക, ഇമേജുകൾ അറ്റാച്ച് ചെയ്തിട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ കിട്ടും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നേരത്തെ പറഞ്ഞ കാര്യം മറക്കരുത്. നിങ്ങളുടെ ശരിക്കുള്ള ഒരു കമൻറ്റ് താഴെ പറയുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.